ഓക്കെ. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു എന്തിന്റെ ഫുഡ് ടെക്നോളജിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ഓക്കെ. സോ നമുക്ക് അതിന്റെ കണ്ടിന്യൂഷൻ ആണ് ചെയ്യുന്നത്. എന്താ നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഏതാണ്? വാട്ട് കോസസ് ഫുഡ് സ്പോയിലേജ്? എന്താണ് ഫുഡ് സ്പോയിലേജിന് കാരണമാകുന്നത്? ഓക്കെ. സോ പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റോറേജ് ആണോ, ഹൈ ഹ്യൂമിഡിറ്റി കണ്ടീഷൻ ആണോ, മൈക്രോ ഓർഗാനിസംസ്, എൻസൈംസ് ആൻഡ് കെമിക്കൽ ചേഞ്ചസ് ആണോ, ലോ ടെമ്പറേച്ചർ ആണോ? എന്ത് കാരണമാണ് നമ്മുടെ ഫുഡ് സ്പോയിൽ ആവുന്നത്? നമ്മളിപ്പോൾ ഒരു ഫുഡിനെ സ്റ്റോർ ചെയ്യുമ്പോൾ എന്ത് കാരണം കൊണ്ടാണ് അതിനകത്ത് സ്പോയിലേജ് ഉണ്ടാവുന്നത്? എന്ത് കാരണം കൊണ്ടാണ്? ഡ്യൂ ടു മൈക്രോ ഓർഗാനിസംസ്, എൻസൈംസ് ആൻഡ് കെമിക്കൽ ചേഞ്ചസ്. അതിനകത്ത് തന്നെ ഇപ്പൊ നമ്മൾ അതിനകത്ത് എയർ മൊത്തം കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തിട്ട് നമ്മൾ അതിനെ സ്റ്റോർ ചെയ്യാന്നുണ്ടെങ്കിൽ അതിനകത്ത് ഏത് കൈൻഡ് ഓഫ് മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്ത് നടക്കാം? അനീറോബിക് മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്ത് നടക്കാം. ഇനി പ്രോപ്പർ ആയിട്ട് നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ അതിനകത്ത് എന്തുണ്ടാവും? എൻസൈംസ് പ്രസന്റ് ആയിരിക്കും. സോ എൻസൈംസ് വഴി എന്താണ് റിയാക്ഷൻസ് നടക്കാം, അതുവഴി എന്താണ് കെമിക്കൽ ചേഞ്ചസ് ഉണ്ടാവാം. ഓക്കെ. സോ ഇംപ്രോപ്പർ ആയിട്ട് നമ്മൾ അതിനെ സ്റ്റോർ ചെയ്യുമ്പം അതിനകത്ത് ഇപ്പം ഓക്സിഡേഷൻ പോലുള്ള റിയാക്ഷൻസ് ഒക്കെ ഉണ്ട് ആ ഫുഡിനകത്ത് നടക്കാം. സോ എന്തൊക്കെ കാരണമാണ് ഫുഡ് സ്പോയിൽ ആവുന്നത്? അതിനകത്തുള്ള മൈക്രോ ഓർഗാനിസംസ്, എൻസൈംസ് ആൻഡ് കെമിക്കൽ ചേഞ്ചസ്. ഓക്കെ. ഈ റീസൺസ് കൊണ്ടാണ് ഫുഡ് സ്പോയിൽ ആവുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is the process of heating that gives bacteria, yeast and molds cold? സോ ഏത് മെത്തേഡ് ഓഫ് ഹീറ്റിംഗ് ആണ് ബാക്ടീരിയയെ, ഈസ്റ്റിനെ, മോൾഡിനെ ഒക്കെ ഡിസ്ട്രോയ് ചെയ്യുന്നത്? ഏത് മെത്തേഡാണ്? സ്റ്റെറിലൈസേഷൻ, ഫെർമെന്റേഷൻ, പാസ്ചറൈസേഷൻ, ക്യാനിങ്. ഓക്കെ. സോ ഏത് മെത്തേഡാണ്? പാസ്ചറൈസേഷൻ. ഓക്കെ. വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് ഹീറ്റിംഗ് ദാറ്റ് ഗിവ്സ് ബാക്ടീരിയ, ഈസ്റ്റ് ആൻഡ് മോൾഡ്? പക്ഷേ ഈ ഒരു ക്വസ്റ്റിനകത്ത് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. എന്താന്ന് വെച്ചാൽ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത് ഒരു ഹീറ്റിംഗ് മെത്തേഡ് തന്നെയാണ്. ഓക്കെ. സോ അപ്പൊ ക്വസ്റ്റ്യൻ മേ ബി ഇൻകറക്റ്റ് ആയിരിക്കാം. ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്തായിരിക്കാം? പാർഷ്യൽ ഡിസ്ട്രക്ഷൻ ആയിട്ട് വരാം. ഓക്കെ. കാരണം പാസ്ചറൈസേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് പാർഷ്യൽ ഡിസ്ട്രക്ഷൻ ഓഫ് മൈക്രോ ഓർഗാനിസം ആണ് പാസ്ചറൈസേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ. സോ പാർഷ്യൽ ഡിസ്ട്രക്ഷൻ വരുമ്പോൾ ബാക്ടീരിയയും, ഈസ്റ്റിനെയും, മോൾഡിനെയും ഒക്കെ ഡിസ്ട്രക്ഷൻ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ആൻസർ പാസ്ചറൈസേഷൻ. പക്ഷെ ഈ കേസിൽ ഹീറ്റിംഗ് ദാറ്റ് കിൽസ് ബാക്ടീരിയ, ഈസ്റ്റ് ആൻഡ് മോൾഡ്. ഒരു ഹീറ്റിംഗ് മെത്തേഡ് അത് ഈസ്റ്റിനെയും ബാക്ടീരിയയും മോൾഡിനെയും ഒക്കെ കില്ല് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ ഏതും അതിന്റെ ആൻസർ ആയിട്ട് വരാം? സ്റ്റെറിലൈസേഷൻ അതിന്റെ ആൻസർ ആയിട്ട് വരാം. ഓക്കെ. ഫുഡ് പ്രിസർവേഷൻ ബൈ ലോ ടെമ്പറേച്ചർ മെത്തേഡ് ഇൻവോൾവ്സ്. അതായത് ലോ ടെമ്പറേച്ചർ വഴി നമ്മൾ ഫുഡിനെ പ്രിസർവ് ചെയ്യുന്നതിനകത്ത് എന്താണ് വരുന്നത്? എക്സ്പോസിങ് ഫുഡ് ടു ഹൈ ഹീറ്റ്. ഫുഡിനെ ഹൈ ഹീറ്റിനകത്തേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ഫോർ ഫുഡ് പ്രിസർവേഷൻ. ദെൻ ഫ്രീസിങ് ഓർ റെഫ്രിജറേഷൻ. ഒന്നെങ്കിൽ -18 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ -4 ഡിഗ്രി സെൽഷ്യസ് അതിനെ സ്റ്റോർ ചെയ്യുന്നത്. ആഡിങ് പ്രിസർവേറ്റീവ്സ്, അതിനകത്തേക്ക് പ്രിസർവേറ്റീവ്സിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ബോയിലിംഗ് ഫുഡ് അറ്റ് ലോ ടെമ്പറേച്ചർ, ലോ ടെമ്പറേച്ചറിൽ ഫുഡിനെ ബോയിൽ ചെയ്യുന്നത്. സോ എന്താണ് ഫുഡ് പ്രിസർവേഷൻ ബൈ ലോ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്? അതായത് ലോ ടെമ്പറേച്ചറിൽ ഫുഡ് പ്രിസർവ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഫ്രീസിങ് ഓർ റെഫ്രിജറേറ്റഡ് കണ്ടീഷനിൽ ഫുഡിനെ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ. ഫ്രീസിങ് കണ്ടീഷനിലോ അല്ലെങ്കിൽ റെഫ്രിജറേറ്റഡ് കണ്ടീഷനിലോ ഫുഡിനെ സ്റ്റോർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫുഡ് പ്രിസർവേഷൻ ബൈ ലോ ടെമ്പറേച്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ. വാട്ട് ഈസ് എ പ്രൈമറി കോസ് ഓഫ് അസിഡിറ്റി? എന്താണ് അസിഡിറ്റിയുടെ പ്രൈമറി കോസ് എന്ന് പറയുന്നത്? എക്സസീവ് ഇൻടേക്ക് ഓഫ് അസിഡിക് ഫുഡ്സ്. അസിഡിക് ഫുഡ്സ് കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യുന്നത് കൊണ്ടാണ് ലോ സ്റ്റൊമക് ആസിഡ് പ്രൊഡക്ഷൻ. വയറില് അല്ലെങ്കിൽ ഗട്ടിൽ ആസിഡ് പ്രൊഡക്ഷന്റെ എമൗണ്ട് കുറയുന്നതാണ് ഹൈ സ്റ്റൊമക് ആസിഡ് പ്രൊഡക്ഷൻ. ഗട്ടില് HCl ആസിഡിന്റെ ഒക്കെ പ്രൊഡക്ഷൻ കൂടുന്നതാണോ അതോ ലാക്ക് ഓഫ് വാട്ടർ ഇൻടേക്ക് ആണോ? നമ്മൾ വെള്ളം കുടിക്കുന്നത് കുറവായതുകൊണ്ടാണോ? എന്താണ് അസിഡിറ്റിയുടെ പ്രൈമറി കോസ് എന്ന് പറയുന്നത്? എന്താണ് റൈറ്റ് ആൻസർ? ഹൈ സ്റ്റൊമക് ആസിഡ് പ്രൊഡക്ഷൻ. അതായത് നമ്മുടെ ഗട്ടില് ആസിഡിന്റെ പ്രൊഡക്ഷൻ കൂടുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? അസിഡിറ്റി എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാകുന്നത്. ഓക്കെ. ഗട്ടില് ആസിഡിന്റെ പ്രൊഡക്ഷൻ കൂടുമ്പോഴാണ് ഏത് കണ്ടീഷൻ ഉണ്ടാകുന്നത്? അസിഡിറ്റി എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാകുന്നത്. ഓക്കെ. വാട്ട് ആർ ഇന്റൻഷണൽ അഡൾട്രൻസ്? എന്താണ് ഇന്റൻഷണൽ അഡൾട്രൻസ് എന്ന് പറയുന്നത്? നമ്മുടെ അഡൾട്രേഷന്റെ പല ക്ലാസിഫിക്കേഷൻ. അഡൾട്രേഷൻ എന്താണ്? ഒരു ഫുഡിനകത്തേക്ക് ഒരു സബ്സ്റ്റൻസ്, എക്സ്റ്റേണൽ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ആ ഫുഡിനകത്ത് ഓൾറെഡി പ്രസന്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ നമ്മൾ റിമൂവ് ചെയ്യുന്നതോ വിച്ച് അഫക്ട്സ് ഇറ്റ്സ്
ക്വാളിറ്റി, ആ ഫുഡിന്റെ ക്വാളിറ്റി അഫക്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അഡൾട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഫുഡിനകത്തേക്ക് എന്തെങ്കിലും ഒരു അതിനകത്ത് ഓൾറെഡി അല്ലാത്ത ഒരു മാറ്ററിനെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നതോ, അത് അതിനകത്ത് ഓൾറെഡി ഉള്ള ഒരു സംഭവത്തിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യിക്കുന്നതോ, വിച്ച് അഫക്ട്സ് ഇറ്റ്സ് ക്വാളിറ്റി, അതിന്റെ ക്വാളിറ്റിയും അതിന്റെ പ്രോപ്പർട്ടീസിനെയും അത് അഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അഡൾട്രേഷൻ എന്ന് പറയുന്നത്. അത് ഇന്റൻഷണൽ ഉണ്ട്, ഇൻസിഡന്റൽ ഉണ്ട്, മെറ്റാലിക് ഉണ്ട്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അഡൾട്രേഷൻ ഉണ്ട്. അതിൽ ഇന്റൻഷണൽ അഡൾട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, എന്താണ്? അഡൾട്രൻസ് ആഡഡ് അൺഇൻറ്റൻഷനലി ഡ്യൂറിങ് പ്രോസസ്സിങ്ങിന്റെ സമയത്ത് അഡൾട്രൻസിനെ നമ്മൾ അറിയാതെ നമ്മുടെ കയ്യിൽ നിന്ന് അകത്തേക്ക് വീണു പോവാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളൊരു എന്താ പറയാ, എന്തെങ്കിലും ഒരു സാധനം നമ്മൾ എടുത്തുകൊണ്ട് വന്നു. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന ഒരു കാര്യം, നമ്മൾ എന്താ ഒരിടത്തു നിന്ന് ഒരു പാക്കറ്റ് എടുത്തുകൊണ്ട് പോകുന്നു, താഴെ ഒരു പ്രൊഡക്ഷൻ നടക്കുകയാണ്, നമ്മുടെ കയ്യിൽ നിന്ന് ഒരു പീസ്, ഒരു കുഞ്ഞു പീസ് ഓഫ് പാക്കറ്റോ അല്ലെങ്കിൽ ഒരു ത്രെഡോ ഒക്കെ അതിനകത്തേക്ക് വീഴുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, അൺഇൻറ്റൻഷനൽ ആണ്, അതായത് നമ്മൾ അറിഞ്ഞുകൊണ്ടിരുന്നതല്ല. ഓക്കെ, സോ അഡൾട്രൻസ് ആഡഡ് അൺഇൻറ്റൻഷനലി ഡ്യൂറിങ് പ്രോസസ്സിംഗ്, അറിയാതെ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം അതിനകത്തേക്ക് വീണ് പോകുന്നത്. രണ്ട്, അഡൾട്രൻസ് ആഡഡ് ഡെലിബറേറ്റ്ലി ടു ഇൻക്രീസ് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ നമ്മൾ അതിനകത്തേക്ക് അറിഞ്ഞുകൊണ്ട് സാധനങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. ദെൻ നാച്ചുറൽ കോമ്പൗണ്ട്സ് ഫൗണ്ട് ഇൻ ഫുഡിനകത്ത് കാണുന്ന നാച്ചുറൽ കോമ്പൗണ്ട്സ്, ലൈക്ക് ഈ ഫുഡിനകത്ത് ടോക്സിൻസ് ഒക്കെ ഉണ്ടാവുക, ടാനിൻസ് പോലുള്ള, അതൊക്കെ എന്താണ്, നാച്ചുറൽ കാണുക, അതിന്റെ പ്രസൻസ്. ദെൻ എന്താ, പ്രിസർവേറ്റീവ്സ് യൂസ്ഡ് ഫോർ ഫുഡ് സേഫ്റ്റിക്ക് വേണ്ടി പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുന്നത്. സോ എന്താണ് ഇന്റൻഷണൽ അഡൾട്രൻസ് എന്ന് പറയുന്നത്? നമ്മൾ ഡെലിബറേറ്റ്ലി ഫുഡിനകത്തേക്ക് എന്താണ്, അഡൾട്രൻസിനെ ആഡ് ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, ഇന്റൻഷണൽ അഡൾട്രൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫുഡിനകത്തേക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ എന്താ അതിന്റെ പ്രോഫിറ്റ് ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അതിനകത്തേക്ക് അഡൾട്രൻസിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഇന്റൻഷണൽ അഡൾട്രൻസ് എന്ന് പറയുന്നത്. ഓക്കെ, then sterilization as a food preservation method involves, സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് എന്താ, ഫുഡ് പ്രിസർവേഷൻ ടെക്നിക് അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചർ ഫുഡ് പ്രിസർവേഷൻ ടെക്നിക് ആണ്. യൂസ് ടു ഡിസ്ട്രോയ് എന്താണ്, അല്ലെങ്കിൽ കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ ഓഫ് മൈക്രോ ഓർഗാനിസം. ഓക്കെ, മൈക്രോ ഓർഗാനിസത്തിന്റെ കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ ആണ് നമ്മൾ എന്തുകൊണ്ട് എയിം ചെയ്യുന്നത്, സ്റ്റെറിലൈസേഷൻ മെത്തേഡ് കൊണ്ട് എയിം ചെയ്യുന്നത്. അപ്പൊ ഏതൊക്കെയുണ്ട് ഓപ്ഷൻസ്, സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത് ഒരു ഹൈ ടെമ്പറേച്ചർ പ്രോസസ്സിംഗ് ആണ്, ഒരു ലോ ടെമ്പറേച്ചർ പ്രോസസ്സിംഗ് ആണ്, അല്ലെങ്കിൽ എന്താ, എക്സ്പോഷർ ടു സൺലൈറ്റ്, നമ്മൾ ഫുഡിനെ എന്താണ് സൺലൈറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്, യൂസ് ഓഫ് പ്രിസർവേറ്റീവ് ആഡ് ചെയ്യുന്നതാണ്. സോ എന്താണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്? സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഹൈ ടെമ്പറേച്ചർ ഫുഡ് പ്രിസർവേഷൻ മെത്തേഡ് ആണ്. ഓക്കെ, ആ ഹൈ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എത്രയാണ്, ടെമ്പറേച്ചർ എബോ ഇറ്റ്സ് ബോയിലിംഗ് പോയിന്റ്, അല്ലെങ്കിൽ ടെമ്പറേച്ചർ എബോ 100 ഡിഗ്രി സെൽഷ്യസ്, അതാണ് സ്റ്റെറിലൈസേഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, then food preservation by fermentation primarily involves the action of, നമ്മൾ ഫുഡ് പ്രിസർവേഷൻ ടെക്നിക്ക് പല പ്രിസർവേഷൻ ടെക്നിക്സ് പറയുന്നുണ്ട്. ഹൈ ടെമ്പറേച്ചർ മെത്തേഡ് ഉണ്ട്, ലോ ടെമ്പറേച്ചർ മെത്തേഡ് ഉണ്ട്, ക്യാനിങ് ഉണ്ട്, ഇതൊക്കെ എന്താണ്, പല കൈൻഡ് ഓഫ് പ്രിസർവേഷൻ ടെക്നിക്കാണ്. ഇതില് ഫുഡ് പ്രിസർവേഷൻ ബൈ ഫെർമെന്റേഷൻ, അത് എന്താണ്, ഒരു കൈൻഡ് ഓഫ് പ്രിസർവേഷൻ ടെക്നിക്കാണ്. ഓക്കെ, അതായത് ഷുഗറിനകത്ത് എന്താണുള്ളത്, സോറി, നമ്മുടെ ഫുഡിനകത്ത് എന്താണ്, ഷുഗർ ഉണ്ട്, ഷുഗറിനെ നമ്മൾ എന്താണ് ആൽക്കഹോൾ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ്, ഗ്ലൂക്കോസിനെ ഷുഗറും ആൽക്കഹോളും ആയിട്ട് കൺവേർട്ട് ചെയ്താണ് ഫെർമെന്റേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, അതെ, ഷുഗറിന് നമ്മുടെ ഒരു ഫുഡ് പ്രൊഡക്റ്റിനകത്ത് എന്തുമാത്രം ഷുഗർ ഉണ്ടോ, ഷുഗറിനെ ആസിഡും ആൽക്കഹോളും ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഫെർമെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണ്, ബാക്ടീരിയ ആൻഡ് ഈസ്റ്റ് ഉണ്ട്, ഫംഗി ആൻഡ് മോൾഡ് ഉണ്ട്, എൻസൈംസ് ആൻഡ് ആന്റി ഓക്സിഡൻസ് ഉണ്ട്, കെമിക്കൽ പ്രിസർവേറ്റീവ്സ് ഉണ്ട്. സോ ഇവരിൽ ആരാണ് നമ്മുടെ ഫുഡ് പ്രൊഡക്റ്റിനകത്തുള്ള ഷുഗറിനെ ആസിഡും ആൽക്കഹോളും ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, ബാക്ടീരിയയും ഈസ്റ്റും ആണ്. ഓക്കെ, നമ്മുടെ ഫെർമെന്റേഷൻ പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു അനേറോബിക് ആയിട്ടുള്ള മെറ്റബോളിക് പ്രോസസ് ആണ്. ഓക്കെ, അവിടെ എന്താ ചെയ്യുന്നത്, മൈക്രോ ഓർഗാനിസംസിലേക്ക് നമ്മുടെ ഈസ്റ്റ് അല്ലെങ്കിൽ ബാക്ടീരിയ പോലുള്ള മൈക്രോ ഓർഗാനിസംസ് എന്ത് ചെയ്യും, നമ്മുടെ ഫുഡ് പ്രൊഡക്റ്റിനകത്ത് എത്രമാത്രം ഷുഗർ ഉണ്ടോ ആ ഷുഗറിനെയൊക്കെ ആസിഡ്, ഗ്യാസസ് അല്ലെങ്കിൽ ആൽക്കഹോൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഈ ഒരു പ്രോസസ്സ് പറയുന്നത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്, ഫുഡിന്റെ പ്രിസർവേഷന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഡിഫറെന്റ് പ്രൊഡക്ട്സിന്റെ ഒക്കെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടും ഒക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതിന് പ്രത്യേകിച്ച് എനർജി റിക്വയറിംഗ് പ്രോസസ്, ജസ്റ്റ് ഒരു റിയാക്ഷൻ വഴി ആസിഡും ആൽക്കഹോളും പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്.
ഓക്കെ. ഈ ബ്രെഡ് മേക്കിങ്ങിനകത്ത് ബിയർ, വൈന് അതൊക്കെ ഉണ്ടാക്കുന്നതിനകത്ത് എന്താ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ ഫെർമെന്റേഷൻ എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ ഈസ്റ്റ് മാത്രമായിട്ടോ അല്ലെങ്കിൽ ബാക്ടീരിയ മാത്രമായിട്ടോ അല്ലെങ്കിൽ ഇവരുടെ കോമ്പിനേഷൻ വെച്ചിട്ട് എന്താണ് നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ നടത്താറുണ്ട്. ഏത് മെത്തേഡ്? ഫെർമെന്റേഷൻ മെത്തേഡ്. ഓക്കെ. Okay, then which vitamin is essential for maintaining healthy vision and is found abundantly in carrot? ഏത് വൈറ്റമിൻ ആണ് നമ്മുടെ ഹെൽത്തി വിഷന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ നമ്മുടെ ഹെൽത്തി വിഷൻ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള വൈറ്റമിൻ ഏതാണ്? അത് ഇതിനകത്താണ് കാണുന്നത്. നമ്മുടെ ക്യാരറ്റിനകത്ത്. അപ്പൊ ക്യാരറ്റിനകത്തൊക്കെ കാണുന്ന നമ്മുടെ ഹെൽത്തി വിഷൻ ഒക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള എസെൻഷ്യൽ വൈറ്റമിൻ ഏതാണ്? ഏതാണ് വൈറ്റമിൻ? വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ. ഓക്കെ, ഏതാണ് നമ്മുടെ ഹെൽത്തി വിഷനൊക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്? വൈറ്റമിൻ എ ആണ് ഇതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. ഓക്കെ, വൈറ്റമിൻ എ എന്ന് പറയുന്നത് എന്താണ്? എസ്പെഷ്യലി നമ്മുടെ ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു ഫാറ്റ് സോളിഡ് വൈറ്റമിൻസ് ആണ്. ആരൊക്കെയാണ് ഈ ഫാറ്റ് സോളിഡ് വൈറ്റമിനകത്ത് വരുന്നത്? വൈറ്റമിൻ എ ഉണ്ട്, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ. ഇവരൊക്കെ എന്താണ്? ഫാറ്റ് സോളിഡ് വൈറ്റമിൻസ് ആണ്. ഇവർ കൂടാതെ നമുക്ക് എന്തുണ്ട്? വാട്ടർ സോലിബിൾ വൈറ്റമിൻസും ഉണ്ട്. ആരൊക്കെയാണ്? വൈറ്റമിൻ സിയും വൈറ്റമിൻ ബി കോംപ്ലക്സും ഒക്കെ എന്താണ്? നമ്മുടെ വാട്ടർ സോലിബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് ആണ്. നമ്മുടെ വൈറ്റമിൻ എയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ് നമ്മുടെ വിഷൻ ഒക്കെ ഹെൽത്തി വിഷൻ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഇമ്മ്യൂൺ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നതും നമ്മുടെ ബോഡിയുടെ ഗ്രോത്ത് നടക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നതും പിന്നെ മെറ്റബോളിസം, എനർജി പ്രൊഡക്ഷൻ ഇതെല്ലാം നമ്മുടെ വൈറ്റമിൻ എയുടെ ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഇനി ഈ വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസികൾ ഉണ്ടാകുന്ന ഡിസീസാണ് സെറോഫ്താൽമിയ എന്ന് പറയുന്നത്. സെറോഫ്താൽമിയ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് പുവർ വിഷൻ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് ഈ സെറോഫ്താൽമിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? വൈറ്റമിൻ എ, വിച്ച് ഇസ് an essential vitamin which is responsible for maintaining healthy vision. Okay. Then, vitamin D is primarily synthesized by the body when the skin is exposed to. When നമ്മുടെ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൽ തന്നെ സിന്തസൈസ് ചെയ്യും. എപ്പം? നമ്മുടെ സ്കിന്നിൽ എന്തിലേക്ക് എക്സ്പോസ് ആയി കഴിഞ്ഞാൽ സൺലൈറ്റ്, മൂൺലൈറ്റ്, സ്റ്റാർലൈറ്റ്, ആർട്ടിഫിഷ്യൽ ലൈറ്റ്. ഓക്കെ, സോ ഏതാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്? ഒരു ഫാറ്റ് സോളിഡ് വൈറ്റമിൻ ആണ്. അത് നമ്മുടെ ബോഡിയിൽ തന്നെ സിന്തസൈസ് ആവും. എപ്പം? നമ്മുടെ ബോഡി സൺലൈറ്റിലേക്ക് കാണിക്കുമ്പോൾ. നല്ല ചൂട് വെയിലത്തല്ല, ഈ അതിരാവിലെയുള്ള ഇളം വെയിലൊക്കെ നമ്മൾ ഈ സൺലൈറ്റ് കൊള്ളുമ്പം നമ്മുടെ ബോഡിയിൽ തന്നെ ഏത് കിട്ടും? വൈറ്റമിൻ ഡി കിട്ടും. ഓക്കെ, നമ്മുടെ ബോൺസിന്റെ ഒക്കെ ഹെൽത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട്, മസിൽ ഫംഗ്ഷൻ ഒക്കെ വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ് ഈ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലുള്ള കാൽഷ്യത്തിന്റെയൊക്കെ അബ്സോർപ്ഷൻ നടക്കാൻ വേണ്ടിയിട്ട്, അതുവഴി നമ്മുടെ ബോൺസിനെയൊക്കെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്താ? വൈറ്റമിൻ ഡി അവൈലബിൾ ആയിട്ടുള്ള ഫുഡ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഫിഷ്, പിന്നെ എഗ്, ഫോർട്ടിഫൈഡ് മിൽക്ക്, അതൊക്കെയാണ് നമ്മുടെ വൈറ്റമിൻ ഡി എൻറിച്ച്ഡ് ആയിട്ടുള്ള ഫുഡ് എന്ന് പറയുന്നത്. ഈ വൈറ്റമിൻ ഡി നമുക്ക് രണ്ട് ഫോംസിലുണ്ട്. ഏതൊക്കെയാണ്? എർഗോ കാൽസിഫ്രോളും ഉണ്ട്, പിന്നെ ഏതാണ്? ഹോളി കാൽസിഫ്രോളും ഉണ്ട്. ഓക്കെ, ഇനി ഇതിന്റെ ഡെഫിഷ്യൻസി പറയാനുണ്ടെങ്കിൽ, നമ്മുടെ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി പറയാനുണ്ടെങ്കിൽ ഏതാണ്? ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാക്കാം. അതുവഴി വീക്കെൻഡ് ബോൺസ്, നമ്മുടെ ബോൺ ഒക്കെ വീക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ആ കണ്ടീഷൻ എന്ത് പറയും? ഓസ്റ്റിയോമലേസിയ എന്ന് പറയും. ഓക്കെ, നമ്മുടെ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ ബോൺസ് ഒക്കെ വീക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ ബോഡി വീക്ക് ആകുമ്പോൾ അഡൾട്ട്സിൽ നമ്മൾ പറയുന്ന കണ്ടീഷനാണ് ഓസ്റ്റിയോമലേസിയ എന്ന് പറയുന്നത്. ഓക്കെ, അത് തന്നെ ചിൽഡ്രന്റെ കേസ് ആകുമ്പോൾ റിക്കറ്റ്സ് എന്ന് പറയും. ഇനി ഇത് കൂടാതെ മസിൽ വീക്ക്നെസ്, ഫാറ്റീഗ്, അതൊക്കെ നമ്മുടെ ഇതിന്റെ മറ്റ് സിംറ്റംസ് ഒക്കെയാണ്. ഓക്കെ, ഇത് കൂടാതെ നമുക്ക് ചില സിംറ്റംസ്, അതായത് ഡെഫിഷ്യൻസി സൈൻസ് ഇവർ കാണിക്കും. ലൈക്ക് ഈ ബോഡി പെയിൻ ഉണ്ടാവും, ബോൺ പെയിൻ ഉണ്ടാവും, മസിൽ ഏക്സ് ഉണ്ടാവും. ഓക്കെ, പിന്നെന്താ? നമ്മുടെ ഈ ഇൻഫെക്ഷനോടൊക്കെ പെട്ടെന്ന് സസെപ്റ്റബിൾ ആവും നമ്മുടെ ബോഡി എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് വൈറ്റമിൻ ഡിയുടെ കാര്യങ്ങൾ.
വിച്ച് ഫാറ്റ് സോൾഡ് വൈറ്റമിൻ ഈസ് നോൺ as its ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടീസ്. സോ ഏത് എന്താ പറയാ ഫാറ്റ് സോൾഡ് വൈറ്റമിൻ ആണ് എന്തിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്? അതിന്റെ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഏതാണ്? വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ. ഓക്കെ, നാലാൾക്കാരും എന്താണ്? ഫാറ്റ് സോൾഡ് വൈറ്റമിൻ ആണ്. ഈ 4 ഫാറ്റ് സോൾഡ് വൈറ്റമിനകത്ത് ആരാണ് എന്ത് ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടിയിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്? ആരാണ്? വൈറ്റമിൻ ഇ ആണ്. ഓക്കെ, വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് എന്താണ്? അത് ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി കാണിക്കും. ഓക്കെ, ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ ബോഡിയിൽ ഒരുപാട് റിയാക്ഷൻസ് വരും. ഇപ്പൊ നമ്മുടെ ബോഡിയിൽ തന്നെ പല കൈൻഡ് ഓഫ് മെറ്റബോളിക് റിയാക്ഷൻസ് ഒക്കെ നടക്കും. ഈ റിയാക്ഷൻസ് ഒക്കെ നടക്കുന്ന വഴി നമ്മുടെ ബോഡിയിൽ എന്താണ്? ഫ്രീ റാഡിക്കൽസ് ഫോം ചെയ്യും. ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത് എന്താണ്? ഹൈലി റിയാക്റ്റീവ് ആണ്. അത് നമ്മുടെ എന്താ പറയാ ഈ മറ്റ് റിയാക്ഷൻസുമായിട്ട് അതിങ്ങനെ ഫർദർ മുന്നോട്ട് റിയാക്ട് ചെയ്ത് പൊക്കോണ്ടേയിരിക്കും. ഓക്കെ, സോ അതുവഴി എന്താണ്? അപ്പം അവരെ റിമൂവ് ചെയ്യുക എന്നുള്ള പ്രോസസ്സാണ് എന്ത്? നമ്മുടെ ആന്റി ഓക്സിഡന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഓക്സിഡേഷൻ നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഫുഡിനകത്ത് ഓക്സിഡേഷൻ നടക്കുമ്പോൾ അതിന്റെ ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്ന എന്താണ്? ഫ്രീ റാഡിക്കൽസ് ആണ്. ഈ ഫ്രീ റാഡിക്കൽസിനെ റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ ഫുഡിനെ ഓക്സിഡേഷൻ പ്രോസസ്സിൽ നിന്ന് പ്രിവെന്റ് ചെയ്യുക എന്നുള്ള ഫംഗ്ഷനാണ് ആര് പ്രൊവൈഡ് ചെയ്യുന്നത്? വൈറ്റമിൻ ഇ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, വൈറ്റമിൻ ഇ റിച്ച് ആയിട്ടുള്ള ഫുഡ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഓയില്, വെജിറ്റബിൾ ഓയിൽസ്, വീറ്റ് ജാം, സൺഫ്ലവർ, സാഫ്ലവർ, പിന്നെ നമ്മുടെ നട്ട്സ്, ഇതൊക്കെയാണ് എന്ത്? വൈറ്റമിൻ ഇ റിച്ച് ആയിട്ടുള്ള ഫുഡ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തത് വൈറ്റമിൻ കെ ഈസ് എസെൻഷ്യൽ ഫോർ. വൈറ്റമിൻ കെ എന്ന് പറയുന്നത് എന്തിന് എസെൻഷ്യൽ ആയിട്ടുള്ള വൈറ്റമിൻ ആണ്? ഓക്കെ, എന്തിന് എസെൻഷ്യൽ ആയിട്ടുള്ളതാണ്? നമ്മൾ പറഞ്ഞു വൈറ്റമിൻ എന്താ കെ എന്ന് പറയും. വൈറ്റമിൻ എ, ഡി, ഇ ആൻഡ് കെ എന്ന് പറയുന്നത് എന്താണ്? ഫാറ്റ് സോൾഡ് വൈറ്റമിൻ ആണെന്ന് പറഞ്ഞു. സോ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വൈറ്റമിൻ കെ ഈസ് എസെൻഷ്യൽ ഫോർ. എന്തിനാണ് വൈറ്റമിൻ കെ എസെൻഷ്യൽ ആയിട്ടുള്ളത്? ഏതാണ്? ബ്ലഡ് ക്ലോട്ടിംഗ്, ബോൺ ഹെൽത്ത്, വിഷൻ, സ്കിൻ ഹെൽത്ത്. ഏതാണ്? ബ്ലഡ് ക്ലോട്ടിംഗ്. ഓക്കെ, ഈ വൈറ്റമിൻ കെ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫാറ്റ് സോൾഡ് വൈറ്റമിൻ ആണ്. അതിനെ രണ്ട് രീതിയിൽ നമുക്ക് ഫുഡിനകത്ത് കാണാൻ പറ്റും. ഓക്കെ, ഏതൊക്കെ രണ്ട് രീതിയിലാണ്? ഫൈലോക്വിനോണിനും അതുപോലെ തന്നെ എന്താണ്? മിനോക്വിനോണിനും. ഓക്കെ, K1, K2 എന്ന് പറയുന്ന രണ്ട് ഫോംസിൽ എന്താണ് നമുക്ക് വൈറ്റമിൻ കെ ഇതിനകത്ത് കാണാൻ പറ്റും. ഒരു എന്തിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള വൈറ്റമിൻ ആണ്? ബ്ലഡ് ക്ലോട്ടിങ്ങിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള വൈറ്റമിൻ ആണ്. ഓക്കെ, സോ ഏതൊക്കെയാണ്? രണ്ട് ഫോംസ് ഉണ്ട്. K1 ഫൈലോക്വിനോണും K2 എന്ന് പറയുന്നത് മെനാക്വിനോണും. ഓക്കെ, അത് എന്തിനൊക്കെയാണ്? ബ്ലഡ് ക്ലോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് എന്താ ഏറ്റവും അധികം റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഇപ്പം നമ്മുടെ എന്താ പറയാ നമ്മുടെ ലിവറിനകത്ത് നിന്ന് പ്രോത്രോംബിൻ, അതുപോലെ തന്നെ എന്താ മറ്റ് ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന മറ്റ് ഫാക്ടേഴ്സിന്റെ ഒക്കെ സിന്തസിസിന് വേണ്ടിയിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ളതാണ് എന്ത്? വൈറ്റമിൻ കെ എന്ന് പറയുന്നത്. എന്തിന്റെ സിന്തസിസിന് വേണ്ടിയിട്ടാണ്? പ്രോത്രോംബിനും പിന്നെ അതുപോലെ തന്നെ മറ്റ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സും ഉണ്ട് നമ്മുടെ ലിവറിൽ. അവരുടെയൊക്കെ സിന്തസിസിന് വേണ്ടിയിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ളതാണ് ആര്? ഈ വൈറ്റമിൻ കെ എന്ന് പറയുന്നത്. അപ്പൊ വൈറ്റമിൻ കെ ചെന്നിട്ട് അവരുടെയൊക്കെ സിന്തസിസിനെ എൻഹാൻസ് ചെയ്യും. അതുവഴി എന്താണ്? ബ്ലഡിന്റെ ക്ലോട്ടിങ് നടക്കും. ഓക്കെ, പിന്നെ അത് കൂടാതെ എന്താണ്? നമ്മുടെ എന്താ ബോണിന്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ കാർഡിയോവാസ്കുലർ ഹെൽത്തിനൊക്കെ വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് എന്ത്? ഈ വൈറ്റമിൻ കെ എന്ന് പറയുന്നത്. വൈറ്റമിൻ കെ റിച്ച് ആയിട്ടുള്ള ഫുഡ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, സ്പിനാച്ച്, ബ്രക്കോളി, ഇതൊക്കെയാണ് എന്ത്? വൈറ്റമിൻ K1 അല്ലെങ്കിൽ ഫൈലോക്വിനോണിന്റെ എന്താ റിച്ച് ആയിട്ടുള്ള ഫുഡ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഇനി മിനോക്വിനോൺ ഉണ്ട്. മിനോക്വിനോണിന്റെ റിച്ച് ആയിട്ടുള്ള ഫുഡ് മെറ്റീരിയൽ ഏതാണ്? നമ്മുടെ ഡയറി പ്രൊഡക്ട്സ്, മീറ്റ്, ഫെർമെന്റഡ് പ്രൊഡക്ട്സ്, എഗ്, ഇതൊക്കെയാണ് എന്ത്? ഈ എന്താ മെനാക്വിനോണിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ റിച്ച് ആയിട്ടുള്ള ഫുഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവർക്കും എന്താണ്? ഇവരുടെ ഡെഫിഷ്യൻസി ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? നമ്മുടെ ബോഡിയിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യില്ല. അപ്പൊ എന്താണ്? ഓവർ ബ്ലഡ് ഫ്ലോ ആവുന്ന വഴി എന്താണ്? വിച്ച് മേ ലീഡ്സ് ടു ഡെത്ത്. ഓക്കെ, വിച്ച് എന്താ വൈറ്റമിൻ ഈസ് നോൺ as തൈമിൻ. ഏത് വൈറ്റമിൻ ആണ് എന്തെന്നറിയപ്പെടുന്നത്? തൈമിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഏതാണ്? വൈറ്റമിൻ B1, വൈറ്റമിൻ B2, വൈറ്റമിൻ B6, വൈറ്റമിൻ B12. ഇതിൽ ഏത് വൈറ്റമിൻ ആണ് എന്ത്? തൈമിൻ എന്നറിയപ്പെടുന്നത്?
ഏത് വൈറ്റമിൻ ആണ്? വൈറ്റമിൻ B1. ഓക്കെ, വൈറ്റമിൻ B1 ആണ് എന്ത്? തൈമിൻ എന്നറിയപ്പെടുന്നത്. അതെന്ന് പറയുന്നത് എന്താണ്? ഒരു വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള വൈറ്റമിൻ ആണ്. ഓക്കെ, അത് എന്തിനൊക്കെ നമ്മുടെ ബോഡിയിൽ എനർജി പ്രൊവൈഡ് ചെയ്യാനും അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ട് നെർവ്സിന്റെ ഒക്കെ ഫംഗ്ഷൻ നടക്കാനൊക്കെ വേണ്ടിയിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളാണ് ആര്? തൈമിൻ എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയിൽ ഇപ്പം നമ്മൾ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന കാർബോഹൈഡ്രേറ്റ് ഉണ്ടല്ലോ, ഈ കാർബോഹൈഡ്രേറ്റ്സിനൊക്കെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് റോള് വഹിക്കുന്നത് ആരാണ്? ഈ വൈറ്റമിൻ B1 അല്ലെങ്കിൽ തൈമിൻ ആണ്. ഓക്കെ, എന്തൊക്കെയുണ്ട്? നമ്മുടെ ബോഡിയിലുള്ള എസെൻഷ്യൽ ന്യൂട്രിയന്റ് ആണ്. പിന്നെന്താ, നമ്മുടെ നെർവ് ഫംഗ്ഷനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ മെറ്റബോളിസം, അതായത് കാർബോഹൈഡ്രേറ്റിനെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഹെൽപ്പ് ആയിട്ടുള്ളതാണ് ആര്? ഈ വൈറ്റമിൻ B1 എന്ന് പറയുന്നത്. ആൻഡ് ഇതിന്റെ ഡെഫിഷ്യൻസി എന്ന് പറയുമ്പോൾ വീക്ക്നെസ്, ഫറ്റീഗ്, കൺഫ്യൂഷൻ, നെർവ് ഡാമേജ് ഒക്കെയാണ് എന്ത്? ഈ തൈമിന്റെ ഡെഫിഷ്യൻസി ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത എന്താണ്? റൈബോഫ്ലേവിൻ ഈസ് അനദർ നെയിം ഓഫ് വിച്ച് വൈറ്റമിൻ? ഏത് വൈറ്റമിന്റെ അനദർ നെയിം ആണ് എന്ത്? റൈബോഫ്ലേവിൻ എന്ന് പറയുന്നത്. ഏത് വൈറ്റമിൻ ആണ്? വൈറ്റമിൻ B2. അപ്പൊ വൈറ്റമിൻ B1 എന്ന് പറയുന്നത് തൈമിനും വൈറ്റമിൻ B2 എന്ന് പറയുന്നത് ഏതാണ്? റൈബോഫ്ലേവിനും. ഓക്കെ, അപ്പൊ ഏത് വൈറ്റമിന്റെ മറ്റൊരു പേരാണ് എന്ത്? റൈബോഫ്ലേവിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ B2. ഓക്കെ, സോ റൈബോഫ്ലേവിൻ എന്ന് പറയുന്നത് എന്താണ്? റൈബോഫ്ലേവിൻ എന്ന് പറയുന്നത് ഒരു വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള വൈറ്റമിൻ ആണ്. നമ്മുടെ ബോഡിയിൽ സെൽ ഗ്രോത്തിന്, ഫാറ്റിന്റെ, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്റെ ഒക്കെ മെറ്റബോളിസത്തിന് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ് ആര്? നമ്മുടെ ഈ റൈബോഫ്ലേവിൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തത്, വൈറ്റമിൻ B6 ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ. വൈറ്റമിൻ B6 എന്ന് പറയുന്നത് എന്തിന് റെസ്പോൺസിബിൾ അല്ലെങ്കിൽ എന്തിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ്? ഓക്കെ, വൈറ്റമിൻ B6 എന്ന് പറയുന്നത് എന്താണ്? പിരിഡോക്സിൻ. ഓക്കെ, പിരിഡോക്സിൻ എന്തിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളതാണ്? റെഡ് ബ്ലഡ് സെൽ പ്രൊഡക്ഷൻ, സ്കിൻ ഹെൽത്ത്, കാൽഷ്യം അബ്സോർപ്ഷൻ, വിഷൻ. സോ എന്തിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളാണ് എന്ത്? വൈറ്റമിൻ B6 എന്ന് പറയുന്നത് റെഡ് ബ്ലഡ് സെൽ പ്രൊഡക്ഷൻ. ഓക്കെ, അപ്പം വൈറ്റമിൻ B6 അല്ലെങ്കിൽ പിറിഡോക്സിൻ എന്തിനു വേണ്ടി ഹെൽപ്പ് ചെയ്യും? നമ്മുടെ ബോഡിയിൽ RBCയുടെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് എന്ത്? ഈ വൈറ്റമിൻ B6 എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സോഡിയം ഈസ് പ്രൈമർലി ഫൗണ്ട് ഇൻ. സോഡിയം എവിടെയാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്? ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, സോൾട്ട്, ഡയറി പ്രൊഡക്ട്സ്. എവിടെയാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്? സോൾട്ടില്. സോഡിയം എന്താണ്? സോഡിയം ക്ലോറൈഡ്, NaCl. ഓക്കെ, ദെൻ പൊട്ടാസ്യം ഈസ് ക്രൂഷ്യൽ ഫോർ. പൊട്ടാസ്യം എന്ന് പറയുന്നത് എന്തിനാണ് ഏറ്റവും, അല്ലെങ്കിൽ എന്താ പറയാ, പൊട്ടാസ്യത്തിന്റെ ബെനിഫിറ്റ് എന്താണ്? ഓക്കെ, നെർവ് ഫംഗ്ഷൻ, മസിൽ കൺട്രാക്ഷൻ, ബ്ലഡ് ക്ലോട്ടിംഗ്, ബോൺ സ്ട്രെങ്ത്, വിഷൻ. ഓക്കെ, എന്താണ് പൊട്ടാസ്യത്തിന്റെ ക്രൂഷ്യൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? നെർവ് ഫംഗ്ഷൻ ആൻഡ് മസിൽ കൺട്രാക്ഷൻ. ഓക്കെ, സോ പൊട്ടാസ്യം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബോഡിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മിനറൽ ആണ്. നമ്മുടെ ബോഡിയിൽ ഫ്ലൂയിഡ് ബാലൻസിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, മസിൽ കൺട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, നെർവ് സിഗ്നൽസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ് എന്ത്? നമ്മുടെ പൊട്ടാസ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഹാർട്ട് ഡിസീസ് ഒക്കെ ഉണ്ടാവുന്നതിനെ കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ കൊറോണറി ഡിസീസ് ഒക്കെ ഉണ്ടാവുന്നതിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ നെർവ്സിന്റെ ഒക്കെ ഇമ്പൾസ് ട്രാൻസ്മിഷൻ, അതിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ പൊട്ടാസ്യം കണ്ടന്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ ബോൺ ഹെൽത്തിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ഹെൽത്തി ആക്കി വെക്കാൻ വേണ്ടിയിട്ട്, ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട്, ബാലൻസ് ആക്കി വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ആര് ഹെൽപ്പ് ചെയ്യും? പൊട്ടാസ്യം ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ദെൻ വിച്ച് മിനറൽ ഇസ് എസെൻഷ്യൽ ഫോർ ദ ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ ഇൻ ദ ബ്ലഡ്? ഓക്കെ, ഏത് മിനറൽ ആണ് നമ്മുടെ ബ്ലഡിൽ ഓക്സിജന്റെ ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്? ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ ഇൻ ബ്ലഡ്. ഏത് മിനറൽ ആണ്? മഗ്നീഷ്യം, അയൺ, സൾഫർ, ഫോസ്ഫറസ്. ഓക്കെ, സോ ഏത് മിനറൽ ആണ് നമ്മുടെ ഇതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്? സോറി, ആൻസർ തെറ്റാണ്. ഏതാ? അയൺ ആണ്. ഓക്കെ, സോ ഏത് മിനറൽ ആണ് നമ്മുടെ ബോഡിയിൽ ഓക്സിജന്റെ ഒക്കെ ട്രാൻസ്പോർട്ടിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്? അയൺ ആണ്. ഓക്കെ, എന്താ പറയാ, നമ്മുടെ ബോഡിയിൽ എന്തുണ്ട്? ഹീമോഗ്ലോബിൻ ഉണ്ട്. ഈ ഹീമോഗ്ലോബിന്റെ ഒരു പാർട്ടാണ് അയൺ എന്ന് പറയുന്നത്. സോ ഈ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രോട്ടീൻ ആണ്. ഈ പ്രോട്ടീൻ ആണ് എന്തിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്? നമ്മുടെ ബോഡിന്
ലങ്സിൽ നിന്ന് നമ്മുടെ ഓക്സിജനെ ക്യാരി ചെയ്ത് ബോഡിയുടെ പല ഭാഗത്തേക്ക് എത്തിക്കുന്ന ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്നത് ആരാണ്? ഈ ഹീമോഗ്ലോബിനാണ്. ഈ ഹീമോഗ്ലോബിന്റെ ഒരു പാർട്ടാണ് എന്ത്, അല്ലെങ്കിൽ അതിന്റെ ഹീം പാർട്ട് എന്ന് പറയുന്നതാണ് എന്ത്, ഈ അയൺ എന്ന് പറയുന്നത്. ഓക്കെ, ആൻസർ എന്താണ്? റോങ് ആണ്. മഗ്നീഷ്യം അല്ല. ഏതാണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്? അയൺ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഇതാണ് എന്ത് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ്, ഹൗ ഡസ് ഫുഡ് പ്രോസസ്സിംഗ് ആൻഡ് പ്രിസർവേഷൻ റിലേറ്റ് ടു ഫാറ്റ് സോൾബിൾ വൈറ്റമിൻസ്? എങ്ങനെയാണ് ഫുഡ് പ്രോസസ്സിങ്ങും ഫുഡ് പ്രിസർവേഷനും ഫാറ്റ് സോൾബിൾ വൈറ്റമിൻസിനോട് റിലേറ്റ് ആവുന്നത്? ഓക്കെ, എന്താണ്, എങ്ങനെയാണ് ഫുഡ് പ്രോസസ്സിങ്ങും ഫുഡ് പ്രിസർവേഷനും ഫാറ്റ് സോൾബിൾ വൈറ്റമിൻസിനോട് റിലേറ്റ് ആവുന്നത്? എങ്ങനെ? ഡിസ്കസസ് ദ റോൾ ഓഫ് വൈറ്റമിൻസ് ഇൻ ഫുഡ് പ്രോസസ്സിംഗ്. ഫുഡ് പ്രോസസ്സിങ്ങിനകത്ത് വൈറ്റമിൻസിന്റെ റോളിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ട്. ഓക്കെ. രണ്ട്, എംഫസൈസ് ദ പ്രിസർവേഷൻ ഓഫ് വൈറ്റമിൻസ് ഡ്യൂറിങ് പ്രോസസ്സിംഗ്. പ്രോസസ്സിങ്ങിന്റെ സമയത്ത് വൈറ്റമിൻസിന്റെ ഒക്കെ പ്രിസർവേഷനെ കുറിച്ച് എംഫസൈസ് ചെയ്തുകൊണ്ട്. ദെൻ അനലൈസ് ദ ഡെഫിഷ്യൻസീസ് കോസ്ഡ് ബൈ വൈറ്റമിൻ ലോസ് ഡ്യൂറിങ് പ്രോസസ്സിംഗ്. പ്രോസസ്സിങ്ങിന്റെ സമയത്ത് ഫുഡിനകത്ത് ഉണ്ടാകുന്ന വൈറ്റമിൻ ലോസിനെ കുറിച്ച് അനലൈസ് ചെയ്തുകൊണ്ട്. ദെൻ ഹൈലൈറ്റ് ദി ഇമ്പാക്ട് ഓഫ് ഫുഡ് അഡൾട്രേഷൻ ഓൺ വൈറ്റമിൻസ്. വൈറ്റമിൻസിനകത്ത് ഫുഡ് അഡൾട്രേഷൻ ഉണ്ടാക്കുന്ന ഇമ്പാക്ട്സിനെ ഹൈലൈറ്റ് ചെയ്തത്. ഓക്കെ, അപ്പം എങ്ങനെയാണ് ഫുഡ് പ്രോസസ്സിങ്ങും പ്രിസർവേഷനും തമ്മിൽ റിലേറ്റ് ആവുന്നത്? ആ ഫുഡിനെ നമ്മൾ പ്രോസസ്സ് ചെയ്യുമ്പം എങ്ങനെ ആ പ്രോസസ്സിംഗ് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ പ്രോസസ്സിംഗ് മെത്തേഡ് അതിനകത്തുള്ള കമ്പോണൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്. ഓക്കെ, അതായത് ഇപ്പൊ നമ്മൾ ചില പ്രോസസ്സിംഗ് മെത്തേഡ്സ് എന്താണ് വൈറ്റമിന്റെ ലോസിന് കാരണമാകും, ചില പ്രോസസ്സിംഗ് മെത്തേഡ്സ് വോളറ്റൈൽ കമ്പോണൻസിന്റെ ലോസിന് കാരണമാകും. ഓക്കെ, അപ്പം എങ്ങനെയാണ് നമ്മുടെ പ്രോസസ്സിംഗ് മെത്തേഡ് നമ്മുടെ ഇതിനകത്തുള്ള വൈറ്റമിൻ ലോസസിനെയൊക്കെ റെസ്പോൺസിബിൾ ആവുന്നത്? ഓക്കെ, അതിനെ അനലൈസ് ചെയ്തിട്ടാണ് നമ്മുടെ ഫുഡ് പ്രോസസ്സിംഗും ഫുഡ് പ്രിസർവേഷനും തമ്മിൽ റിലേറ്റ് ആവുന്നത്. ഓക്കെ. Then, which vitamin is primarily associated with the vision health? വിഷൻ ഹെൽത്തിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഏത് വൈറ്റമിൻ ആണ്? വൈറ്റമിൻ എ ആണ് വിഷൻ ഹെൽത്തിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. ഓക്കെ, വിഷൻ ഹെൽത്തിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ഏത് വൈറ്റമിൻ ആണ്? വൈറ്റമിൻ എ ആണ്. ഓക്കെ, വൈറ്റമിൻ ഡി അല്ല. Then, vitamin D is crucial for, നമ്മൾ കുറച്ച് മുമ്പാണ് വൈറ്റമിൻ ഡിയുടെ പ്രോപ്പർട്ടീസും കാര്യങ്ങളും പറഞ്ഞു. സോ വൈറ്റമിൻ ഡി എന്ന് പറയുന്ന ഫാറ്റ് സോളിബിൾ വൈറ്റമിൻ എന്തിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളതാണ്? ബ്ലഡ് ക്ലോട്ടിംഗ് ഉണ്ട്, കാൽഷ്യം അബ്സോർപ്ഷൻ ഉണ്ട്, വൂണ്ട് ഹീലിംഗ് ഉണ്ട്, ആന്റി ഓക്സിഡന്റ് ഫംഗ്ഷൻ ഉണ്ട്. സോ എന്തിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളതാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്? ബ്ലഡ് ക്ലോട്ടിംഗ്, കാൽഷ്യം അബ്സോർപ്ഷൻ, വൂണ്ട് ഹീലിംഗ്, ആന്റി ഓക്സിഡന്റ് ഫംഗ്ഷൻ. എന്താണ്? കാൽഷ്യം അബ്സോർപ്ഷൻ. സോ നമ്മുടെ ബോഡിയിൽ എന്താണ് ഉണ്ടാവുന്ന കാൽഷ്യം? ഇപ്പം മിൽക്ക് കൺസ്യൂം ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ എന്തോരും കാൽഷ്യം വരും. ഈ കാൽഷ്യത്തിന്റെ ഒക്കെ അബ്സോർപ്ഷൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ളതാണ് ആര്? വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. അപ്പൊ വൈറ്റമിൻ ഡിയുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ എന്താണ്? അത് നല്ല രീതിയിൽ നമ്മുടെ ബോഡിയിലേക്ക് എന്തിനെ അബ്സോർബ് ചെയ്യും? കാൽഷ്യത്തിനെ അബ്സോർബ് ചെയ്യും. ഓക്കെ. Then, vitamin E primarily acts as an, vitamin E അല്ലെങ്കിൽ vitamin Eയുടെ ഫംഗ്ഷൻ എന്താണ്? ആന്റി ഓക്സിഡന്റ്, ബ്ലഡ് ക്ലോട്ടിംഗ് ഫാക്ടർ, ബോൺ മിനറലൈസർ, എനർജി പ്രൊഡ്യൂസർ. സോ എന്താണ് വൈറ്റമിൻ ഇയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ആന്റി ഓക്സിഡന്റ്. വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് എന്താണ്? ഒരു നാച്ചുറൽ ആന്റി ഓക്സിഡന്റ് ആണ്. ഇതല്ലാതെ നമ്മൾ യൂസ് ചെയ്യുന്ന സിന്തറ്റിക് ആന്റി ഓക്സിഡൻസ് ഏതൊക്കെയാണ്? ബ്യൂട്ടൈലേറ്റഡ് ഹൈഡ്രോക്സി അനിസോൾ BHA, ബ്യൂട്ടൈലേറ്റഡ് ഹൈഡ്രോക്സി ടോളുവിൻ BHT, പ്രൊപ്പൈൽ ഗാലേറ്റ്, പിന്നെ TBHQ. ഓക്കെ, ടെർഷ്യറി ബ്യൂട്ടൈൽ ഹൈഡ്രോക്സിക്യൂണോൺ. ഓക്കെ, TBHQ. ഇവരൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന സിന്തറ്റിക് ആയിട്ടുള്ള ആന്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ. Then, which vitamin is essential for blood coagulation? ബ്ലഡിന്റെ കോയാഗുലേഷന് വേണ്ടിയിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ഏത് വൈറ്റമിൻ ആണ്? വൈറ്റമിൻ കെ ആണ്, വിച്ച് ഇസ് റെസ്പോൺസിബിൾ ഫോർ എന്താണ്? ബ്ലഡ് കോയാഗുലേഷൻ. ഓക്കെ. Then, which vitamin is known as thiamine? ഏത് വൈറ്റമിൻ ആണ് thiamine എന്നറിയപ്പെടുന്നത്? വൈറ്റമിൻ B1 ആണ് thiamine എന്ന് പറയുന്നത്. ഓക്കെ, റൈബോഫ്ലേവിൻ ഏതാണ്? വൈറ്റമിൻ B2. Then, pyridoxine എന്ന് പറയുന്നത് ഏത് വൈറ്റമിൻ ആണ്? വൈറ്റമിൻ B6 ആണ് pyridoxine എന്ന് പറയുന്നത്. ഓക്കെ, സോ pyridoxine is associated with, pyridoxine എന്ന് പറയുന്ന വൈറ്റമിൻ എന്തിനോടാണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്? എനർജി മെറ്റബോളിസം, റെഡ് ബ്ലഡ് സെൽ പ്രൊഡക്ഷൻ, കൊളാജൻ സിന്തസിസ്, നെർവ് ഫംഗ്ഷൻ. സോ എന്തിനോട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് pyridoxine ഇരിക്കുന്നത്? എനർജി മെറ്റബോളിസം. ഓക്കെ.
Then sodium is primarily involved in sodium എന്ന് പറയുന്ന മിനറൽ എന്തിനാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളതെങ്കിൽ അതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? മസിൽ കൺട്രാക്ഷൻ ആൻഡ് നെർവ് ഇമ്പൾസ് ട്രാൻസ്മിഷൻ, ബ്ലഡ് ക്ലോട്ടിംഗ്, ഓക്സിജൻ ട്രാൻസ്പോർട്ട്, ബോൺ ഫോർമേഷൻ. സോ ഇതിൽ എന്താണ് സോഡിയത്തിന്റെ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത്? മസിൽ കൺട്രാക്ഷൻ ആൻഡ് നെർവ് ഇമ്പൾസ് ട്രാൻസ്മിഷൻ. ഓക്കെ, അതാണ് എന്ത് നമ്മുടെ സോഡിയത്തിന്റെ ഇമ്പോർട്ടൻ്റ് പ്രൈമറി ആയിട്ടുള്ള എയിം എന്ന് പറയുന്നില്ലെങ്കിൽ അതിന്റെ എന്താ പറയാ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പൊട്ടാഷ്യം ഡെഫിഷ്യൻസി മേ ലീഡ്സ് ടു പൊട്ടാസ്യത്തിന്റെ ഡെഫിഷ്യൻസി എന്തിലേക്കാണ് ലീഡ് ചെയ്യുന്നത്? ഹൈപ്പർ ടെൻഷൻ, അനീമിയ, ഓസ്റ്റോപൊറോസിസ്, മസിൽ വീക്ക്നെസ്. ഓക്കെ, എന്തിലേക്കാണ് ലീഡ് ചെയ്യുന്നത് പൊട്ടാസ്യത്തിന്റെ ഡെഫിഷ്യൻസി? മസിൽ വീക്ക്നെസ്. ഓക്കെ, എന്താ പൊട്ടാസ്യത്തിന്റെ ഡെഫിഷ്യൻസി എന്തിലേക്കാണ് ലീഡ് ചെയ്യുന്നത്? മസിൽ വീക്ക്നെസ്സിലേക്കാണ് ലീഡ് ചെയ്യുന്നത്. ഓക്കെ, then magnesium deficiency is associated with magnesiumത്തിന്റെ ഡെഫിഷ്യൻസി എന്തിനോടാണ് അല്ലെങ്കിൽ എന്തിനെയാണ് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്? റിക്കറ്റ്സ്, ഓസ്റ്റിയോപൊറോസിസ്, സ്കർവി, ബെറിബറി. സോ എന്താണ് മഗ്നീഷ്യത്തിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്ന ഡിസീസ് എന്ന് പറയുന്നത്? ഓസ്റ്റിയോപൊറോസിസ്. ഓക്കെ, then which bacterium is commonly associated with causing food poisoning from undercooked poultry? Undercooked ആയിട്ടുള്ള പോൾട്രിയിൽ എന്താണ് ഫുഡ് പോയിസണിങ് ഉണ്ടാക്കുന്നത്? മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ ഏത് ബാക്ടീരിയമാണ്? വിച്ച് ബാക്ടീരിയം is commonly associated with causing food poisoning during undercooked poultry? undercooked പോൾട്രിയിൽ നിന്ന് എന്താണ് ഫുഡ് പോയിസണിങ്ങിന് ഇതായിട്ടുള്ളത് ഏത് ബാക്ടീരിയയാണ്? ഈക്കോളി ഉണ്ട്, സാൽമണലി ഉണ്ട്, സ്റ്റഫൈലോകോക്കസ് ഉണ്ട്, ബോട്ട്ലിനം ഉണ്ട്. ഓക്കെ, ഏതാണ്? ആരാണ്? സാൽമണല്ലയാണ്. ഓക്കെ, പോൾട്രിയുടെ കേസ് പറയുന്നത് കൊണ്ടാണ് നമ്മൾ സാൽമണല്ല പറയുന്നത്. ഇപ്പം മീറ്റിന്റെ കേസാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നെങ്കിൽ അതിനകത്ത് ആര് വന്നേനെ? ഈക്കോളെ വന്നേനെ, സോറി ബോട്ട്ലിനം വന്നേനെ. ഓക്കെ, അപ്പൊ എന്താണ്? സാൽമണല്ലയാണ് മോസ്റ്റ് ആയിട്ടും നമ്മുടെ അണ്ടർ കുക്ക്ഡ് പോൾട്രിയിലൊക്കെ കാണുന്ന ഫുഡ് പോയിസണിങ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. ഇത് കൂടാതെ മറ്റൊരാളും കൂടെ ഉണ്ട്, കാംഫൈലോബാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, സോ കാംഫൈലോബാക്ടറും സാൽമണല്ലയുമാണ് അണ്ടർ കുക്ക്ഡ് ചിക്കനകത്ത് കാണുന്ന പറയുന്നത് ഫുഡ് പോയിസണിങ് കോസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ബാക്ടീരിയം എന്ന് പറയുന്നത്. ഓക്കെ, then which foodborne illness is linked to improperly canned foods? സോ ഇംപ്രോപ്പർ ആയിട്ട് ക്യാൻ ചെയ്യാത്ത ഫുഡ്സിനകത്ത് ഏത് മൈക്രോ ഓർഗാനിസം ആണ് ഫുഡ്ബോൺ ഇല്ലസിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്? ഓക്കെ, ഇപ്പൊ നമ്മൾ ക്യാനിങ് മെത്തേഡ് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരുപാട് എന്താ പറയാ ഡ്രോബാക്സ് വരും. ലൈക്ക് ഇപ്പം നമ്മൾ പ്രോപ്പർ ആയിട്ട് അതിനെ സീൽ ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ ക്യാൻഡ് ഫുഡ്സിനെ പ്രോപ്പർ ആയിട്ട് പ്രോസസ് ചെയ്തില്ലെങ്കിൽ അതിനകത്ത് മൈക്രോ ഓർഗാനിസത്തിന് ഗ്രോത്ത് ഉണ്ടാവും. ഓക്കെ, സോ ഏത് മൈക്രോ ഓർഗാനിസം ആണ് പ്രൈമർലി റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ഫുഡ്ബോൺ ഇല്ലസിന്? സാൽമണലോസിസ്, ലിസ്റ്റീരിയോസിസ്, ബോട്ട്ലിനം, നോറോവൈറസ്. സോ ഏത് മൈക്രോ ഓർഗാനിസം ആണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്? ബോട്ട്ലിസം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നോറോ വൈറസ് ഇസ് കോമൺലി അസോസിയേറ്റഡ് വിത്ത് നോറോ വൈറസ് എന്ന് പറയുന്നത് എന്തിനോടാണ് കോമൺ ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ എന്തിനകത്താണ് നോറോ വൈറസിനെ കാണുന്നത്? നോറോ വൈറസിനെ കാണുന്നത്? ഓക്കെ, സോ നോറോ വൈറസ് ഇസ് കോമൺലി അസോസിയേറ്റ് വിത്ത് നോറോ വൈറസ് എന്ന് പറയുന്നത് എന്തിനോടാണ് കോമൺ ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്? റോ എഗ്സ് ഉണ്ട്, അണ്ടർ കുക്ക്ഡ് ബീഫ്, കണ്ടാമിനേറ്റഡ് വാട്ടർ ആൻഡ് ഫുഡ് ആൻഡ് പാസ്ചറൈസ്ഡ് ഡയറി പ്രൊഡക്ട്സ്. ഓക്കെ, സോ റോ എഗ്ഗിനകത്താണോ അതോ പ്രോപ്പർ ആയിട്ട് കുക്ക് ചെയ്യാത്ത ബീഫിനകത്തൊക്കെയാണോ അതോ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടർ ആൻഡ് ഫുഡ് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടർ ഫുഡ് അതിനകത്താണോ അത് ആൻഡ് പാസ്ചറൈസ്ഡ് ആയിട്ടുള്ള ഡയറി പ്രൊഡക്ട്സിനകത്താണ് നോറോ വൈറസിന്റെ പ്രസൻസ് കാണുന്നത്? എന്തിനകത്താണ് കാണുന്നത്? കണ്ടാമിനേറ്റഡ് വാട്ടർ ആൻഡ് ഫുഡിനകത്താണ് നോറോ വൈറസിന്റെ പ്രസൻസ് കാണുന്നത്. ഓക്കെ, then moving to next slide. മൈക്കോടോക്സിൻസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ മൈക്കോടോക്സിൻസ് ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ബാക്ടീരിയ, വൈറസസ്, ഫംഗൈ ആൻഡ് പാരസൈറ്റ്സ്. സോ ആരാണ് മൈക്കോടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഫംഗൈ. ഓക്കെ, ഫംഗൈ ഇസ് റെസ്പോൺസിബിൾ ഫോർ the production of mycotoxins. Okay, then aflatoxin, a type of mycotoxin, are commonly found in. So aflatoxin എന്ന് പറയുന്നത് എന്താണ്? It's a kind of mycotoxin ആണ്. Okay, aflatoxin എന്ന് പറയുന്നത് എന്താണ്? A kind of mycotoxin ആണ്. അത് എന്തിനകത്താണ് കോമൺ ആയിട്ട് കാണുന്നത്? Cereals, nuts and legumes,
ഓക്കെ, സോ അഫ്ലാടോക്സിൻ എന്ന് പറയുന്നത് എന്താണ്? കൈൻഡ് ഓഫ് മൈക്രോടോക്സിൻ ആണ്. അത് എന്തിനകത്താണ് കോമൺ ആയിട്ടും കാണുന്നത്? സീരിയൽസ് ഉണ്ട്, നട്ട്സ് ആൻഡ് ലെഗ്യൂംസ് ഉണ്ട്, ഡയറി പ്രൊഡക്ട്സ് ഉണ്ട്, ഫ്രഷ് ഫ്രൂട്ട്സ് ഉണ്ട്. സോ എന്തിനകത്താണ് നട്ട്സ് ആൻഡ് ലെഗ്യൂംസ് അഫ്ലാടോക്സിൻസ് കോമൺ ആയിട്ട് കാണുന്നത്? നട്ട്സ് ആൻഡ് ലെഗ്യൂംസിനകത്ത്. ഓക്കെ, ദെൻ വാട്ട് ഡസ് PEM സ്റ്റാൻഡ്സ് ഫോർ? PEM എന്ന് പറയുന്നത് എന്തിന്, അല്ലെങ്കിൽ PEMന്റെ ഫുൾ ഫോം എന്താണ്? പ്രോട്ടീൻ എഫിഷ്യൻസി മെഷർമെന്റ്, പ്രോട്ടീൻ എനർജി മെയിൻ്റനൻസ്, പ്രോട്ടീൻ എനർജി മാൽ ന്യൂട്രീഷൻ, പ്രോട്ടീൻ എക്സസീവ് മെറ്റബോളിസം. സോ എന്താണ് PEMന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്? എന്താണ്? പ്രോട്ടീൻ എനർജി മാൽ ന്യൂട്രീഷൻ. ഓക്കെ, അതായത് നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിനനുസരണം എന്താണ് പ്രോട്ടീൻ കിട്ടിയില്ല എങ്കിൽ നമ്മുടെ ബോഡി എന്താണ് അതിനനുസരിച്ചുള്ള സിംറ്റംസ് കാണിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോട്ടീൻ എനർജി മാൽ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ക്വാഷിയോക്കർ ഇസ് എ ടൈപ്പ് ഓഫ്. ക്വാഷിയോക്കർ എന്ന് പറയുന്നത് എന്താണ്? ഒരു കൈൻഡ് ഓഫ് ന്യൂട്രീഷണൽ അനീമിയാണ് എന്ത്? ക്വാഷിയോക്കർ എന്ന് പറയുന്നത് നോട്ട് മറാസ്മസ്. എന്താണ് ക്വാഷിയോക്കർ എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് ന്യൂട്രീഷണൽ അനീമിയാണ്. ഓക്കെ, ഇപ്പൊ എന്താ നമ്മുടെ ഈ പ്രോപ്പർ ആയിട്ട് നമ്മുടെ ബോഡിയിൽ പ്രോട്ടീൻ ഒക്കെ എത്തിച്ചേർന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി കാണിക്കുന്ന രണ്ട് സിംറ്റംസ് അല്ലെങ്കിൽ രണ്ട് കൈൻഡ് ഓഫ് ഡിസീസസ് ആണ് എന്ത്? ക്വാഷിയോക്കറും മെറാസ്മസ് എന്ന് പറയുന്നത്. ഓക്കെ, മെറാസ്മസ് എന്ന് പറയുന്നത് ഭയങ്കര തിന്നായിട്ട് ഭയങ്കര സ്കെലറ്റൽ രീതിയിലേക്ക് നമ്മൾ മാറും. ആൻഡ് ക്വാഷിയോക്കർ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ദേഹത്ത് പ്രൊട്രൂട്ടഡ് ആയിട്ടുള്ള സ്റ്റൊമക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ എന്തായിരിക്കും? ദേഹത്ത് മൊത്തം നീരുണ്ടാവും, ഒഡീമ പ്രസന്റ് ആവും. ഓക്കെ, സോ ദി റൈറ്റ് ആൻസർ ഈസ് എ, ന്യൂട്രീഷണൽ അനീമിയ. ദെൻ IDD സ്റ്റാൻഡ്സ് ഫോർ. എന്താണ് IDD എന്ന് പറയുന്നത്? അയഡിൻ അയൺ ഡെഫിഷ്യൻസി ഡിസോർഡർ, അയഡിൻ ഡെഫിഷ്യൻസി ഡിസോർഡർ, വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ആൻഡ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി. എന്താണ് IDD എന്ന് പറയുന്നത്, അല്ലെങ്കിൽ IDDയുടെ ഫുൾ ഫോം എന്താണ്? എന്താണ്? അയഡിൻ ഡെഫിഷ്യൻസി ഡിസോർഡർ ആണ് എന്ത്? IDD എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ക്യാൻ ലീഡ് ടു. വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി എന്തിലേക്കാണ് ലീഡ് ചെയ്യുന്നത്? നൈറ്റ് ബ്ലൈൻഡ്നസ്, റിക്കറ്റ്സ്, സ്കർവി, ബെറിബറി. ഓക്കെ, സോ വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി എന്തിലേക്കാണ് ലീഡ് ചെയ്യുന്നത്? വിച്ച് ലീഡ്സ് ടു എന്താണ്? നൈറ്റ് ബ്ലൈൻഡ്നസ്, അല്ലെങ്കിൽ അതിന് പറയുന്ന മറ്റൊരു പേര് എന്താണ്? സെറോഫ്താൽമിയ. ഓക്കെ, സോ വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി മേ ലീഡ്സ് ടു എന്താണ്? നൈറ്റ് ബ്ലൈൻഡ്നസ്, അല്ലെങ്കിൽ എന്താണ്? സെറോഫ്താൽമിയ. ഓക്കെ, നെക്സ്റ്റ്, ഗോയിറ്റർ ഈസ് അസോസിയേറ്റഡ് വിത്ത് എ ഡെഫിഷ്യൻസി ഓഫ്. ഗോയിറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡിസീസ് ആണ്. അത് എന്തിന്റെ ഡെഫിഷ്യൻസിയോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് എന്ത്? ഗോയിറ്റർ എന്ന് പറയുന്നത്. അയൺ, അയഡിൻ, വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി. ഓക്കെ, എന്തിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് എന്ത്? ഗോയിറ്റർ എന്ന് പറയുന്നത്. ഏത് ഡിസീസിനോ അല്ലെങ്കിൽ എന്തിന്റെ ഡെഫിഷ്യൻസിയോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് എന്ത്? ഗോയിറ്റർ എന്ന് പറയുന്നത്. എന്തിന്റെ ഡെഫിഷ്യൻസി? ഓക്കെ, സോ എന്തിന്റെ ഡെഫിഷ്യൻസിയാണ് എന്ത്? ഗോയിറ്റർ എന്ന് പറയുന്നത്. അയഡിന്റെ ഡെഫിഷ്യൻസിയാണ് എന്ത്? ഗോയിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കോമൺ ബാക്ടീരിയൽ കോസ് ഓഫ് ഫുഡ് ബോൺ ഇൽനെസ്? സോ ഫുഡ് ബോൺ ഇൽനെസ്സിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ബാക്ടീരിയ ഏതാണ്? ഹെപ്പറ്റൈറ്റിസ് എ വൈറസ്, നോറോ വൈറസ്, സാൽമോണെല്ല, റോട്ടാവൈറസ്. ഓക്കെ, ഏതാണ്? സാൽമോണെല്ല. നോറോ വൈറസും എന്താണ്? ഈ ഫുഡ് ബോൺ ഇൽനെസ്സിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളതാണ്. പക്ഷെ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് ആരാണ്? സാൽമോണെല്ലയാണ്. ഓക്കെ, ദെൻ ഫുഡ് ബോൺ ഇൽനെസ് കോസ്ഡ് ബൈ വൈറസസ് ഓഫൻ റിസൾട്ട്സ് ഫ്രം. ഇപ്പം വൈറസസിൽ നിന്ന് നമുക്ക് എന്താണ്? ഫുഡ് ബോൺ ഡിസീസസ് ഒക്കെ ഉണ്ടാവുന്നു. സോ അതിന് എന്താ, ലൈക്ക് എന്തിൽ നിന്നാണ് ഈ ഒരു ഡിസീസ് ഉണ്ടാവുന്നത്? ഫുഡ് ബോൺ ഡിസീസസ് കോസ്ഡ് ബൈ വൈറസസ് ഓഫൻ റിസൾട്ട്സ് ഫ്രം. എന്തിൽ നിന്നാണ് വൈറസ് എന്താണ് നമ്മുടെ, അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻ നമുക്ക് ഫുഡിൽ കിട്ടുന്നത്? കണ്ടാമിനേറ്റഡ് വാട്ടർ, improperly cooked meat, consumption of raw vegetables, contact with infected animals. എങ്ങനെയാണ്? കണ്ടാമിനേറ്റഡ് വാട്ടർ വഴി. ഇപ്പൊ നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു എന്ത്? നോറോ വൈറസിന്റെ കാര്യം. അവരെന്താണ്? കണ്ടാമിനേറ്റഡ് വാട്ടറിനകത്താണ് എന്ത്? അവരുടെ പ്രസൻസ് ഉള്ളത്. അപ്പം ആ വാട്ടർ യൂസ് ചെയ്തിട്ടാണ് എന്ത്? നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും എന്ത് പറ്റും? നമ്മുടെ ഫുഡ് കണ്ടാമിനേറ്റഡ് ആകും. ഓക്കെ, നെക്സ്റ്റ്, which parasite is commonly associated with foodborne illness transmitted through undercooked pork? സോ പ്രോപ്പർ ആയിട്ട് കുക്ക് ചെയ്യാത്ത പോർക്കിൽ നിന്നും ഏത് പാരസൈറ്റ് ആണ് എന്ത് നമ്മുടെ ഇതിനകത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? വിച്ച് പാരസൈറ്റ് ഇസ് കോമൺലി അസോസിയേറ്റഡ് വിത്ത് ഫുഡ്ബോൺ ഇൽനെസ്? ഫുഡ്ബോൺ ഇൽനെസ്സിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഏത് പാരസൈറ്റ് ആണ് വിച്ച് ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ അണ്ടർകുക്ഡ് പോർക്ക്? അണ്ടർകുക്ഡ് പോർക്കിൽ നിന്ന്. ഓക്കെ, ഫുഡ് ബോൺ ഇൽനെസ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ഏത് പാരസൈറ്റ് ആണ്? ഗിയാർഡിയ ലാംബ്ല,
ട്രൈക്കിനല്ല സ്പൈറാലിസ്, എൻറ്റമീബ ഹിസ്റ്റോട്ടിക്ക, ടേനിയ സോളിയം. സോ ആരാണ് എന്ത് ഈ അണ്ടർകുക്ക്ഡ് പോർക്കിനകത്ത് നിന്ന് ഉള്ള ഒരു പാരസൈറ്റ് എന്തിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്? ഫുഡ് ബോൺ ഇൽനെസ്സിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ആരാണ്? ട്രൈക്കിനല്ല സ്പൈറാലിസ്. ഓക്കെ. Then, nutritional anemia is primarily caused by deficiency in. Nutritional anemia എന്ന് പറയുന്നത് എന്തിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാവുന്നതാണ്? വൈറ്റമിൻ സി, വൈറ്റമിൻ B12, അയൺ, ഫോളിക് ആസിഡ്. സോ എന്തിന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഈ ന്യൂട്രീഷണൽ അനീമിയ എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാവുന്നത്? വൈറ്റമിൻ സി, വൈറ്റമിൻ B12, അയൺ, ഫോളിക് ആസിഡ്. ഓക്കെ. എന്താണ് അയണിന്റെ ഡെഫിഷ്യൻസി കൊണ്ട്, അയഡിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാവുന്നതാണ് ഈ ന്യൂട്രീഷണൽ അനീമിയ എന്ന് പറയുന്ന കണ്ടീഷൻ. Okay. Then, പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ. നമ്മൾ പറഞ്ഞു എന്താണ് PE എന്ന് പറയുന്നത്? പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ. ആൻഡ് വിച്ച് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ എന്താണ്? എക്സസീവ് ഇൻടേക്ക് ഓഫ് പ്രോട്ടീൻ. പ്രോട്ടീൻ കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യുന്നത് കൊണ്ടാണ് പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ ഉണ്ടാകുന്നത്. ഇൻടേക്ക് ഓഫ് കാർബോഹൈഡ്രേറ്റ്. കാർബോഹൈഡ്രേറ്റ് കൺസ്യൂം ചെയ്യുന്നത് കൊണ്ടാണ്. ഇനാഡിക്വേറ്റ് ഇൻടേക്ക് ഓഫ് ബോത്ത് പ്രോട്ടീൻ ആൻഡ് കാലറീസ്. പ്രോട്ടീനും കാലറീസും പ്രോപ്പർ ആയിട്ട് കൺസ്യൂം ചെയ്യാത്തത് കൊണ്ട് ഓവർ കൺസംഷൻ ഓഫ് ഫാറ്റ് ഓവർ ആയിട്ട് കൺസ്യൂം ചെയ്യുന്നത് കൊണ്ട്. സോ എന്തുകൊണ്ടാണ് നമുക്ക് പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ ഉണ്ടാകുന്നത്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. എന്തുകൊണ്ട്? ഇനാഡിക്വേറ്റ് ഇൻടേക്ക് ഓഫ് ബോത്ത് പ്രോട്ടീൻസ് ആൻഡ് കാലറീസ്. പ്രോട്ടീൻസും കാലറീസും പ്രോപ്പർ ആയിട്ട് അല്ലെങ്കിൽ കുറഞ്ഞ എമൗണ്ടിൽ കൺസ്യൂം ചെയ്യും. Okay, so iron deficiency disorder is primarily affects the functioning of iodine deficiency disorder ഏതാണ്? IDD. IDD എന്തിനെയാണ് എഫക്ട് ചെയ്യുന്നത്? ബ്രെയിൻ ആൻഡ് നെർവസ് സിസ്റ്റം, കാർഡിയോവാസ്കുലർ സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം. സോ എന്തിനെയാണ് നമ്മുടെ അയഡിൻ ഡെഫിഷ്യൻസി ഡിസോർഡർ അഫക്ട് ചെയ്യുന്നത്? ബ്രെയിൻ ആൻഡ് നെർവസ് സിസ്റ്റത്തിനെ. ഓക്കെ, അയഡിന്റെ ഡെഫിഷ്യൻസി നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുമ്പോൾ ഡയറക്ട്ലി എന്തിനെ എഫക്ട് ചെയ്യും? ബ്രെയിൻ ആൻഡ് നെർവസ് സിസ്റ്റത്തിനെ അത് എഫക്ട് ചെയ്യും. ഓക്കെ. Then, mycotoxins are toxic substances produced by. Mycotoxins പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? ബാക്ടീരിയ, വൈറസസ്, ഫംഗൈ, പാരസൈറ്റ്സ്. സോ ആരാണ് മൈക്കോടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഫംഗൈ. സോ ഫംഗൈ ആർ റെസ്പോൺസിബിൾ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് എന്താണ്? മൈക്കോടോക്സിൻസ്. ഓക്കെ. Then, which type of mycotoxin is commonly found in improperly stored grains and nuts? So, proper ആയിട്ട് സ്റ്റോർ ചെയ്യാത്ത ഗ്രെയിൻസിനകത്തും നട്ട്സിനകത്തും ഒക്കെ ഏത് കൈൻഡ് ഓഫ് മൈക്കോടോക്സിൻ ആണ് പ്രസന്റ് ആയിട്ടുള്ളത്? അഫ്ലാടോക്സിൻസ് ഉണ്ട്, അക്രാടോക്സിൻ ഉണ്ട്, എർഗോടോക്സിൻ ഉണ്ട്, പാറ്റ്യൂരിൻ ഉണ്ട്. സോ ഏതാണ് നമ്മുടെ ഇംപ്രോപ്പർലി സ്റ്റോർഡ് ആയിട്ടുള്ള ഗ്രെയിൻസിനകത്തും നട്ട്സിനകത്തും ഒക്കെ ഫൗണ്ട് ആവുന്നത്? ഏതാണ്? അഫ്ലാടോക്സിൻസ്. ഓക്കെ. Then, the prevention of mycotoxin contamination primary involves. ഇപ്പൊ നമ്മുടെ ഫുഡിനകത്ത് നിന്ന് മൈക്കോടോക്സിൻസ് അല്ലെങ്കിൽ the toxins produced by fungi. അതിനെ നമ്മൾ പ്രിവെന്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? reducing exposure to sunlight. ഒന്ന് സൺലൈറ്റിലെ എക്സ്പോഷർ ഉണ്ടാവുന്നതിനെ കുറയ്ക്കണം. രണ്ട്, മെയിൻറ്റെയിനിങ് പ്രോപ്പർ സ്റ്റോറേജ് കണ്ടീഷൻ. നമ്മുടെ പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റോറേജ് കണ്ടീഷനെ മെയിൻറ്റെയിൻ ചെയ്യണം. മൂന്ന്, ബോയിലിംഗ് കണ്ടാമിനേറ്റഡ് വാട്ടർ. കണ്ടാമിനേറ്റഡ് വാട്ടറിനെ ബോയിൽ ചെയ്യണം. നാല്, ഫ്രീസിങ് കണ്ടാമിനേറ്റഡ് വാട്ടർ. കണ്ടാമിനേറ്റഡ് വാട്ടറിനെ ഫ്രീസ് ചെയ്യണം. സോ എന്ത് വഴിയാണ് നമുക്ക് ഫുഡിനകത്ത് ഉണ്ടാകുന്ന മൈക്കോടോക്സിൻ കണ്ടാമിനേഷനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നത്? എങ്ങനെയാണ്? മെയിൻറ്റെയിനിങ് പ്രോപ്പർ സ്റ്റോറേജ് കണ്ടീഷൻ. പ്രോപ്പർ സ്റ്റോറേജ് കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്. ഓക്കെ. Then, the treatment for nutritional anemia often involves supplementation of what? So, nutritional anemia എന്ന് പറയുന്ന കണ്ടീഷന് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്തിനാണ് സപ്ലൈ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ എന്തിന്റെ സപ്ലിമെന്റേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്? വൈറ്റമിൻ സി, വൈറ്റമിൻ B6, അയൺ ആൻഡ് ഫോളിക് ആസിഡ് ആൻഡ് വൈറ്റമിൻ ഡി. സോ എന്തിന്റെ സപ്ലിമെന്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ന്യൂട്രീഷണൽ അനീമിയ എന്ന് പറയുന്ന ഡിസീസസിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും? എന്തിന്റെ സപ്ലിമെന്റ് ആണ് കൊടുക്കേണ്ടത്? അയൺ അല്ലെങ്കിൽ ഫോളിക് ആസിഡിന്റെ സപ്ലിമെന്റ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ. Then, what does RDA stands for in nutrition? So, nutrition RDA എന്ന് പറയുന്നത് എന്താണ്? Recommended dietary allowance, required dietary assessment, recommended digestive allocation, required digestive assessment. So, എന്താണ് RDA എന്ന് പറയുന്നത്? Recommended dietary allowance. ഓക്കെ, നമ്മളിപ്പോ ഇത് കൺസിഡർ ന്യൂട്രീഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് RDA എന്ന് പറയുന്നത് എന്താണ്? റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? RDA എന്ന് പറയുന്നത്. ഓക്കെ. Then, what are the sources of dietary fiber? നമ്മൾ ഫുഡ് കൺസ്യൂം ചെയ്യുന്നതിനകത്ത് ഡയറ്ററി ഫൈബറിന്റെ സോഴ്സസ് എന്ന് പറയുന്നത് എന്താണ്? ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ആൻഡ് ഹോൾ ഗ്രെയിൻസ്, മീറ്റ് ആൻഡ് ഡയറി പ്രോഡക്ട്സ്, processed foods and sugary snacks,
എഗ്സ് ആൻഡ് നട്ട്സ്. സോ എന്തിനകത്താണ് എന്ത് ഡയറ്ററി ഫൈബറിന്റെ കണ്ടന്റ് ഏറ്റവും അധികം ഉള്ളത്? എന്തിനകത്താണ്? ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ആൻഡ് ഹോൾ ഗ്രെയിൻസ്. സോ അതിനകത്താണ് എന്ത് ഡയറ്ററി ഫൈബറിന്റെ കണ്ടന്റ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദ റോൾ ഓഫ് ഡയറ്ററി ഫൈബർ ഇൻ ദ ബോഡി? നമ്മുടെ ബോഡിയിൽ ഡയറ്ററി ഫൈബറിന്റെ ഫംഗ്ഷൻ എന്താണ്? ഓപ്ഷൻ എ, aids in digestion and prevents constipation, increases blood cholesterol level, reduces the risk of diabetics, lower blood pressure. സോ എന്താണ് ഡയറ്ററി ഫൈബറിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? aids in digestion and prevents constipation. നമ്മുടെ ബോഡിയിൽ പ്രോപ്പർ ആയിട്ടുള്ള പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് ഒക്കെ ഉണ്ടാകുന്നതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ത് ഡയറ്ററി ഫൈബർ എന്ന് പറയുന്നത്. ഒരു പരിധി വരെ നമ്മുടെ ബോഡിയിലുള്ള ബ്ലഡ് കൊളസ്ട്രോളിനെ ഒക്കെ കൺട്രോൾ ചെയ്യാനും നമ്മുടെ ഗട്ടിന്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും ഒക്കെ എന്ത് ഹെൽപ്പ് ചെയ്യും? ഡയറ്ററി ഫൈബർ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ദെൻ ഹൗ ആർ കാർബോഹൈഡ്രേറ്റ്സ് ഡൈജസ്റ്റഡ് ആൻഡ് അബ്സോർബ്ഡ് ഇൻ ദ ബോഡി? എങ്ങനെയാണ് അല്ലെങ്കിൽ എവിടെ വെച്ചിട്ടാണ് എന്ത് നമ്മുടെ ബോഡിയിൽ കാർബോഹൈഡ്രേറ്റ്സിന്റെ ഡൈജഷൻ നടക്കുന്നതും അതിന്റെ അബ്സോർപ്ഷൻ നടക്കുന്നതും? നമ്മുടെ ബോഡിയിൽ എവിടെ വെച്ചിട്ടാണ് എന്ത് കാർബോഹൈഡ്രേറ്റ്സിന്റെ ഡൈജഷനും അബ്സോർപ്ഷനും നടക്കുന്നത്? മെയിൻലി ഇൻ ദ സ്റ്റൊമക്, primarily in the small intestine, only in the large intestine, not digested, pass through the body unchanged. So എവിടെ വെച്ചാണ്? ഗട്ടിൽ വെച്ച് നടക്കാം, അല്ലെങ്കിൽ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ച് നടക്കാം, ലാർജ് ഇൻറ്റസ്റ്റൈനിൽ വെച്ച് മാത്രമേ നടക്കൂ, അല്ലെങ്കിൽ ഡൈജസ്റ്റ് ആവില്ല, നമ്മുടെ ബോഡിയിൽ പ്രത്യേകിച്ച് ഒരു ചേഞ്ചും ഇല്ലാതെ അത് പാസ് ചെയ്ത് പോവാണ് ചെയ്യുന്നത്. എങ്ങനെയാണ്? സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടാണ് എന്ത് കാർബോഹൈഡ്രേറ്റ്സിന്റെ ഡൈജഷനും അബ്സോർപ്ഷനും നടക്കുന്നത്. ഓക്കെ, ദെൻ വാട്ട് ആർ ദ ഫിസിയോളജിക്കൽ എഫക്ട്സ് ഓഫ് ഡയറ്ററി ഫൈബർ? ഡയറ്ററി ഫൈബറിന്റെ എന്താണ് ഫിസിയോളജിക്കൽ എഫക്ട്സ് എന്താണ്? ഇൻക്രീസസ് ബ്ലഡ് ഷുഗർ ലെവൽ, നമ്മുടെ ബോഡിയിൽ എന്താണ് ഷുഗർ ലെവൽ ഇംപ്രൂവ് ചെയ്യും. പ്രൊമോട്ട്സ് വെയിറ്റ് ഗെയിൻ, നമ്മുടെ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇംപ്രൂവ്സ് ബവൽ മൂവ്മെന്റ് ആൻഡ് എയ്ഡ്സ് ഇൻ ഡൈജഷൻ, നമ്മുടെ ബവൽ മൂവ്മെന്റ് അല്ലെങ്കിൽ പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റിനെ എന്താ അല്ലെങ്കിൽ ഈസോഫഗസിനകത്തോടെ എന്താണ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിനകത്തോടെ നമ്മൾ ഫുഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനെയാണ് എന്ത് ബവൽ മൂവ്മെന്റ് അല്ലെങ്കിൽ എന്താണ് പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് എന്ന് പറയുന്നത്. അതിനെ ഇംപ്രൂവ് ചെയ്യും, അതുവഴി ഡൈജഷനെ ഹെൽപ്പ് ചെയ്യും. ദെൻ റെഡ്യൂസസ് ന്യൂട്രിയന്റ് അബ്സോർപ്ഷൻ, നമ്മുടെ ബോഡിയിൽ ന്യൂട്രിയന്റ് അബ്സോർപ്ഷൻ ഉണ്ടാകുന്നതിനെ പ്രിവെന്റ് ചെയ്യും അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യും. സോ എന്താണ് ഡയറ്ററി ഫൈബറിന്റെ ഫിസിയോളജിക്കൽ ഫംഗ്ഷൻ അല്ലെങ്കിൽ എഫക്ട് എന്ന് പറയുന്നത്? എന്താണ്? ഇംപ്രൂവ്സ് ബവൽ മൂവ്മെന്റ് ആൻഡ് എയ്ഡ്സ് ഇൻ ഡൈജഷൻ, ബവൽ മൂവ്മെന്റിനെ ഇംപ്രൂവ് ചെയ്യും, അതുപോലെ തന്നെ എന്തിനെ ഹെൽപ്പ് ചെയ്യും? ഡൈജഷനെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, താങ്ക് യു. സോ ഇത്രയുമാണ് എന്ത് നമ്മുടെ PYQs പറയുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ.